ചോക്ലേറ്റ് ഗൈസ് മഡ് കേക്ക് തന്നെ കണ്ടോ കട്ടിയുള്ളത്. What is that? Huh? Wow. അമ്മച്ചി കൊട്ടാരം എന്ന് പറയുന്ന ഈ കൊട്ടാരം കേരളത്തിൻ്റെ റോയൽ ഹെറിറ്റേജിൽ തന്നെ ഏറ്റവും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു പാലസാണ്. ഈ മെജസ്റ്റിക് പാലസ് ഏകദേശം 225 വർഷം പഴക്കമുള്ളതും പണ്ട് കാലത്ത് തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് ഒരു വേനൽക്കാല വസതിയായിട്ടും പ്രവർത്തിച്ചിരുന്നു. ഈ കൊട്ടാരം ഗ്ലെൻറോക്ക് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ എസ്റ്റേറ്റിൻ്റെ ഘട്ടങ്ങളിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ അമ്മച്ചി കൊട്ടാരം 19-ാം നൂറ്റാണ്ടിൽ മൂലം തിരുനാൾ എന്ന് പറഞ്ഞ് ട്രാവൻകൂറിലെ മഹാരാജാവാണ് കൺസ്ട്രക്ട് ചെയ്തത്. തിരുവിതാംകൂർ രാജകീയ പദവികൾ കൈമാറ്റം ചെയ്യപ്പെട്ടത് മാതൃപരമായതുകൊണ്ട് ബ്രദറും സിസ്റ്ററുമായിരുന്നു മഹാരാജാവും മഹാറാണി. അങ്ങനെ മഹാരാജാവിൻ്റെ രാജകുടുംബത്തിലല്ലാത്ത ഭാര്യ അമ്മച്ചി എന്ന പട്ടം സ്വീകരിച്ചു. മൊത്തം ഈ കൊട്ടാരത്തിൽ തന്നെ 3 മുറികളും 2 ഹാളുകളും 1 വിസിറ്റിംഗ് റൂമും 1 ഡൈനിങ് ഹാളും കിച്ചണും സ്റ്റോർ റൂമും 2 സീക്രട്ട് പാസേജുകളും ഉണ്ട്. ഒരു സീക്രട്ട് പാസേജ് എന്ന് പറയുന്നത് കൊട്ടാരത്തിൻ്റെ തന്നെ ചുറ്റിനുമുള്ള മൂവ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നതും, രണ്ടാമത്തെ സീക്രട്ട് പാസേജ് പീരമീഡിലുള്ള ശ്രീകൃഷ്ണ ടെമ്പിളിലേക്കുള്ള ഒരു വഴിയുമാണ്. പക്ഷേ സെക്യൂരിറ്റി റീസൺസ് കാരണം ആ പാസേജ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്ന മുറിയാണ് വിസിറ്റിംഗ് റൂം. അത് ശരിക്കും ചെറിയൊരു മുറിയാണ്, അവിടെ ഒരു ചിമ്നിയുണ്ട്. ഈ മുറിയാണ് നമ്മളെ ഹാളിലേക്ക് ലീഡ് ചെയ്യുന്നത്. അത് രാജാവിന് വേണ്ടിയുള്ള ഒരു അസംബ്ലി റൂമായിരുന്നു. ആ മുറികളിൽ തന്നെ 2 ഫ്രഞ്ച് നിർമ്മിതികളിലുള്ള ജനാലകളും ഉണ്ട്. ആ ജനലിൽ കൂടെ അത്യാവശ്യം നല്ല സൺലൈറ്റ് ആ മുറിയിൽ അടിക്കുകയായിരിക്കും. ആ മുറിയിൽ നിന്ന് നമ്മൾ നടക്കുമ്പോൾ നമ്മൾ എത്തിച്ചെല്ലുന്നത് ഒരു നടുമുറ്റത്തേക്കാണ്. ഈ നടുമുറ്റത്തിന്റെ ഒരു സൈഡിൽ തന്നെയാണ് 3 മുറികൾ. ആദ്യത്തെ മുറി രാജാവായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, രണ്ടാമത്തെ മുറി ഉപയോഗിച്ചിരുന്നത് അമ്മച്ചിയും, മൂന്നാമത്തെ മുറി അമ്മച്ചിയുടെ വേലക്കാരുമാണ് ഉപയോഗിച്ചിരുന്നത്. അവിടെയും ഒരു സീക്രട്ട് പാസേജ് ഉണ്ടായിരുന്നു ഈ വേലക്കാർക്ക് മുറികളിലൂടെ ആക്സസ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ അതിൽ ഒരു മുറി പാലസ് ഗൈഡ് ഉപയോഗിക്കുകയും മറ്റ് 2 മുറികൾ പഴയ ഫർണിച്ചറുകൾ സ്റ്റോർ ചെയ്യാനായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഈ പാലസിന്റെ തന്നെ ഒരു ഭാഗമാണ് അതിന്റെ എന്റർടൈൻമെന്റ് ഹാൾ. ഇത് റോയൽ പരിപാടികൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എന്റർടൈൻമെന്റ് ഹാളായിരുന്നു. ഇതിനോടടുത്ത് തന്നെ ഒരു ലാർജ് ഡൈനിങ് ഹാളും നമുക്ക് കാണാൻ സാധിക്കും. ആ ഡൈനിങ് ഹാളിൻ്റെ അകത്ത് തന്നെ സെറാമിക് കൊണ്ടുണ്ടാക്കിയ ഒരു വാഷ് ബേസിനും ഉണ്ട്. ഈ ഡൈനിങ് ഹാളിൻ്റെ അടുത്തായിട്ട് കിച്ചണും ഉണ്ട്. അതായത് ഒരു വലിയ കിച്ചണാണ്. അത്യാവശ്യം ഒരു നമ്പർ ഓഫ് സെർവൻസിനെ ഒരേ സമയത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിച്ചണാണ്. ഈ പാലസ് 25 ഏക്കർ ഭൂമിയിലാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ പുറഭാഗമൊക്കെ കംപ്ലീറ്റ്ലി നമ്മുടെ കേരളീയ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിലാണ് ഉണ്ടാക്കിയെങ്കിൽ പോലും ഇതിൻ്റെ ഇൻറ്റീരിയർ ഫുൾ ഫോറിൻ ടച്ചിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സീലിംഗ് മൊത്തത്തിൽ തന്നെ വുഡ് വെച്ചും ഫ്ലോറൊക്കെ ടൈൽസ് വെച്ച് പേയ്മെന്റ് ചെയ്തും ആണ് ചെയ്തിരിക്കുന്നത്. ഈ പാലസിൽ 2 മൂവിയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് കാർബൺ എന്ന് പറഞ്ഞ 2018 ഫഹദ് ഫാസിലിൻ്റെ മൂവിയും, ലൂസിഫർ എന്ന് പറഞ്ഞ 2019 മോഹൻലാലിൻ്റെ മൂവിയാണ്.
അടച്ചു മുട്ട മണ്ണിട്ടിട്ട് ഓ മണ്ണിട്ടടച്ചു. വരിയെല്ലാം ആരും കയറി പറ്റുക